സാരമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് സർ. Good morning, sir. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡെഫിനിഷൻ ക്ലോസ് ആണ് നമ്മൾ തീർത്തത്. പിന്നെ ഇനി നമുക്ക് ഇങ്ങനത്തൊരു സെക്ഷൻ 3 പോകാം. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് റെഫറൻസ് എന്നുള്ളതാണ്. നോർമലി ഇതിനകത്ത് വരുന്ന ഡെഫിനിഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അത് വരുന്നത്. അതായത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ട് അതിനകത്ത്. സെക്ഷൻ 3 സെക്ഷൻ 3 ക്ലോസ് 1 ഒന്ന് സിഗ്മ എന്ന് വായിക്കൂ. സിഗ്മ. സർ ഇപ്പൊ വായിക്കാം സർ. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് മാറ്റിയതാ സർ. Construction of references. Subsection 1. Unless the context otherwise requires any reference in any law to a magistrate without any qualifying words, magistrate of first class or a magistrate of second class shall, in relation to any area, be construed as a reference to a judicial magistrate of the first class or judicial magistrate of second class, as the case may be, exercising jurisdiction in such area. അതായത് ഇതിനകത്ത് CRPC-യിലെ ആയിട്ടൊരു ചെറിയ വ്യത്യാസം വന്നിരിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ചില സ്ഥലങ്ങളിൽ CRPC-യിൽ പറഞ്ഞിട്ടുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന വാക്ക് ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ വേർഡ് മജിസ്ട്രേറ്റ്. ഇതിന് പല സ്ഥലങ്ങളിലും കാണാം. നമ്മളിപ്പോൾ 187 പോയാൽ 183 പോയാൽ ഈ മുമ്പുണ്ടായിരുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നുള്ള വേർഡ് മാറ്റി ഇപ്പോൾ മജിസ്ട്രേറ്റ് എന്നാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ CRPC-യിൽ മജിസ്ട്രേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് നോർമലി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ സംബന്ധിക്കുന്ന കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ എവിടെയെങ്കിലും മജിസ്ട്രേറ്റ് എന്ന് അത് ഈ പറയുന്ന റെഫറൻസിൽ എനി ലോ എന്നാണ് പറയണത്. മജിസ്ട്രേറ്റ് എന്ന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വിത്തൗട്ട് ക്വാളിഫയിങ് വേർഡ്സ്, ഫസ്റ്റ് ക്ലാസ് ഒന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഒന്നോ ഇല്ല, ഒരു പ്രത്യേക ഏരിയയിലെ കുറിച്ചാണ് പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നും ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നുമാണ് മീൻ ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി കൺഫ്യൂഷനുള്ള ഏരിയ ആണ്. നമ്മളത് 187 ഡിസ്കഷൻ വരുമ്പോൾ അത് കൂടുതലായിട്ട് പഠിക്കുമോ. ഇപ്പം നിലവിലെ പല സ്ഥലങ്ങളിലും ഈ മജിസ്ട്രേറ്റ് എന്ന വാക്ക് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പകരം മജിസ്ട്രേറ്റ് എന്ന വാക്ക് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ മജിസ്ട്രേറ്റ് എന്ന് ഈവൻ ദോ ഇറ്റ് ഈസ് വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ വേർഡ്സ് ലൈക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്, ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ്, ഇറ്റ് ഷുഡ് ബി മെൻഷൻ ആസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓർ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കൺസേണിങ് വിത്ത് എ പെർട്ടിക്കുലർ ഏരിയ. അതാണ് സെക്ഷൻ 3 പറയുന്നത്. Then next is regarding to the functions exercised of magistrate എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വേറെ ചില സ്റ്റാറ്റ്യൂട്ടിൽ ചിലപ്പോൾ ചുമ്മാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല സ്റ്റാറ്റ്യൂട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണോ അതോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പം അങ്ങനെ വന്നാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉപകരിക്കുന്നതാണ് സെക്ഷൻ 3 ക്ലോസ് 2 എന്ന് പറയുന്നത്. അതൊന്ന് വായിക്കോ, ആർഷ ഒന്ന് വായിക്കോ. ആർഷ ഇല്ലേ? ഓക്കെ, അംജിത്ത് ഒന്ന് വായിക്കോ.
അതായത് പിന്നെ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പറയുന്ന കാര്യം എന്തൊക്കെയാണ്? അപ്രീസിയേഷൻ ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് എവിഡൻസ്, ദി ഫോർമുലേഷൻ ഓഫ് എനി ഡിസിഷൻ which exposes any person to any punishment or penalty, detention in custody, pending investigation, inquiry, trial, or would have the effect of sending him for trial before any court. They are subject to the process of Sanhita be exercised by judicial magistrate. നോർമലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ട്രയൽ നടത്തുക, ജയിലിലോട്ട് വിടുക, പിന്നെ എൻക്വയറി, ട്രയൽ എന്നിവ നടത്തുക, ആ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പ്രതിയെ വേറൊരു കോടതിയിലേക്ക് അയക്കുക. ഇതെല്ലാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഫങ്ഷൻസ് ആണ്. എന്നാൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് നേച്ചറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ പഴയ നമ്മുടെ 133 പ്രഖ്യാപിക്കുക, 144 പ്രഖ്യാപിക്കുക, അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ചെയ്യുന്നതാണ് executive magistrate, such as the granting of license, suspension, cancellation of license, sanctioning for prosecution, withdrawing from the prosecution. ഇതെല്ലാം ഈ അതായത് സൻഹിതയിൽ പറയുന്ന പ്രൊവിഷൻസിന് വിധേയമായി ചെയ്യുന്ന ഇതാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഒരു തർക്കം വരുന്ന സംഗതികൾ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ പ്രിസംപ്ഷൻ ഉണ്ട്, പബ്ലിക് സേഫ്റ്റി മെഷർമെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്, പബ്ലിക് സേഫ്റ്റി മെഷർമെന്റ് ആക്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഈ പബ്ലിക് സേഫ്റ്റി മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ എന്താ പറയുക, നമ്മളിപ്പോ തൊട്ടടുത്ത വീട്ടിലെ ഒരുത്തന്റെ മരത്തിന്റെ ബ്രാഞ്ചസ് നമ്മുടെ വീടിന് ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം വരിക എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കോ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറസ് വരികയാണെങ്കിൽ നമുക്ക് ഈ പബ്ലിക് സേഫ്റ്റി മെഷർമെന്റ് ആക്ട് അനുസരിച്ചിട്ട് അത് മുറിച്ചു മാറ്റുന്നതിന് നമുക്ക് സമീപിക്കാം, മജിസ്ട്രേറ്റിനെ സമീപിക്കാം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ മജിസ്ട്രേറ്റ് അത് നിങ്ങൾ ഇത്തരം തീയതിക്കുള്ളിൽ ഇത് മുറിച്ചു മാറ്റണേ നമ്മൾ ഉത്തരവ് കൊടുക്കും. ആ ഉത്തരവ് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ മേക്ക് ഔട്ട് ഓഫ് ആൻ ഒഫൻസ്. അപ്പോൾ അതിനകത്ത് ഡൗട്ട് വന്നു വെച്ചാൽ ദിസ് ഓർഡർ, ദാറ്റ് മീൻസ് ദ ഓർഡർ ഡയറക്റ്റിംഗ് ദ പാർട്ടി ടു കട്ട് ആൻഡ് റിമൂവ് ദി എക്സ്റ്റെൻഡിങ് ബ്രാഞ്ചസ്, വെദർ ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ ഓർ എൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന തർക്കം വന്നു. അപ്പോൾ പിന്നെ ഇപ്പൊ അവിടെ കോടതി പറഞ്ഞു അത് ഈ പറഞ്ഞതാ ഈ ബ്രാഞ്ച് മാറ്റി നോട്ടീസ് കൊടുക്കുന്നതൊക്കെ ഒരു ജുഡീഷ്യൽ ഫംഗ്ഷനാണ്, സോറി എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാണ്, അത് നോട്ട് എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ബട്ട് എന്നാൽ അതിനെ അത് എന്താ പറയുക, ആഫ്റ്റർ intimating the direction, if the party fails to do that, it will make out an offense. അപ്പൊ അതിനെ പണിഷ് ചെയ്യാനുള്ള അധികാരം നോട്ട് വിത്ത് ദി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ബട്ട് വിത്ത് ദി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയ വരുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എക്സിക്യൂട്ടീവ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ പഴയ CRPC വരുന്ന വിഡ്രോവൽ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്, പ്രോസിക്യൂഷൻ വിഡ്രോവൽ, അല്ലെങ്കിൽ ചില പബ്ലിക് സർവന്റിനെ സംബന്ധിച്ചുള്ള സാങ്ഷൻ കൊടുക്കണ്ട. അപ്പൊ സാങ്ഷൻ കൊടുക്കുക എന്നൊക്കെ വരുന്നതൊക്കെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. അല്ല വിഡ്രോവൽ പ്രോസിക്യൂഷൻ എക്സിക്യൂട്ടീവ്. അപ്പൊ ദാറ്റ് ഈസ് ടു ബി ഡൺ ബൈ ദി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അതാണ് ഇത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോർമലി നമുക്കൊരു ഡൗട്ട് തോന്നാം, എന്താ ഈ ട്രയൽ ഓഫ് ക്രിമിനൽ ഒഫൻസ്, ഈ ക്രിമിനൽ ഒഫൻസ് ട്രയൽ ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് വരാം. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അതിനുള്ള ഉത്തരവാണ് സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 4 പറയുന്ന ട്രയൽ ഓഫ് ഒഫൻസ് അണ്ടർ BNS. ഇപ്പൊ ജോയിൻ ചെയ്ത രാഷ്ട്രയാണ്. കണക്ഷൻ പോയായിരുന്നു. അപ്പൊ അതൊന്ന് ആ സെക്ഷൻ 4 ഒന്ന് വായിക്കും, സ്റ്റെഫി ഒന്ന് വായിക്കും. Section 4.
trial of offences under Bharatiya Nyaya Sanhita 2023 and other laws. Clause 1. All offences under Bharatiya Nyaya Sanhita 2023 shall be investigated, inquired into, tried, and otherwise dealt with according to the provisions hereinafter contained. Clause 2. All offences under any other law shall be investigated, inquired into, tried, and otherwise dealt with according to the same provisions, but subject to any enactment for the time being in force regulating the manner or place of investigating, inquiring into, trying, or otherwise dealing with such offences. അതായത് നോർമലി IPSC അല്ലെ മറ്റേ BNS, ഇപ്പോഴത്തെ BNS പറഞ്ഞ എല്ലാ ഒഫൻസുകളും ദാറ്റ് ഷാൽ ബി ഇൻവെസ്റ്റിഗേറ്റഡ്, എൻക്വയർഡ് ഇൻ ടു ആസ് പെർ ദിസ് BNSS. നമ്മുടെ BNSന്റെ ഒഫൻസുകളല്ല. ഇനി സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിന്റെ വേറെ സ്റ്റാറ്റ്യൂട്ടിന്റെ ആണെങ്കിൽ അതും നോർമലി ഈ BNSന്റെ പ്രൊസീജിയർ അനുസരിച്ച് നടത്തണം. ബട്ട് if there is a specific provision in that statute that is to be followed. ഏതൊക്കെ ഇപ്പം വിത്ത് റെസ്പെക്ട് ടു ഇപ്പോൾ ഉദാഹരണത്തിന് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൽ ചിലപ്പോൾ പറയുന്നത് അത് ദിസ് ഈസ് എ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയും ചില ആക്ടിൽ. ചിലപ്പോൾ പറയും ഇറ്റ് ഈസ് നോട്ട് എ കൊഗ്നൈസബിൾ ഒഫൻസ്, അത് നോൺ കൊഗ്നൈസബിൾ ആണോ എന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആക്ടിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ചില സ്റ്റാറ്റ്യൂട്ടിൽ പറയും കോഗ്നൈസൻസ് എന്ന ഹെഡിങ്ങിൽ വരുന്ന പ്രൊവിഷനകത്ത് പറയും നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നൈസൻസ് എക്സെപ്റ്റ് അപ്പോൺ എ കംപ്ലൈന്റ് പ്രിഫേർഡ് ബൈ ദി ഓതറൈസ്ഡ് ഓഫീസർ എന്ന് ചിലപ്പോൾ ചില സ്റ്റാറ്റ്യൂട്ടിൽ പറയാറുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആ ആക്ടിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഡീൽ ചെയ്യണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ BNSS ജനറൽ പ്രൊവിഷൻ ഉണ്ട്. ടെറിറ്റോറിയൽ ജൂറിസ്ഡിക്ഷൻ എവിടെ വെച്ചാണ് ഓഫൻസ് നടക്കുന്നത്, അത് പല സെക്ഷനിലും പല ഓഫൻസിൽ അത് വരും. ബട്ട് ഇഫ് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് സ്പെസിഫൈഡ് ഇൻ അതർവൈസ് ദാറ്റ് ഇസ് ടു ബി ഫോളോഡ്. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ 138 അത് വരുന്നത്. ആ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിന്റെ അതനുസരിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കൊടുക്കുക, ആ കോടതിക്ക് അധികാരം കിട്ടുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണോ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഈ BNSSന്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മറ്റേത് സേവിങ് ക്ലോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് അതായത് ക്രിമിനൽ കോഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തൊക്കെ ക്രിമിനൽ കോർട്ടാണുള്ളത്, അതിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ നിലവിൽ നമ്മൾ കണ്ടിരിക്കുന്ന കോടതികൾ എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ നമുക്ക് കേരളത്തിൽ ഇപ്പൊ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇല്ല, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഏറ്റവും ലോ കോടതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന കോടതിയിൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് അടുത്ത് വരുന്നത്. പിന്നെ ദെൻ സെഷൻസ് കോർട്ട്, പിന്നെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ വരുന്നത് നമ്മൾ കോടതി ഇപ്പൊ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, അസിസ്റ്റന്റ് സെഷൻസ് കോടതി. പക്ഷെ ഈ BNSS പ്രകാരം ആ കോടതി നൗ ഇറ്റ് ഈസ് നോട്ട് ദെയർ, ഇറ്റ് ഈസ് അബോളിഷ്ഡ്. അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് അസിസ്റ്റന്റ് സെഷൻസിന്റെ പേര് അതിനകത്ത് വരാത്തത്. അപ്പൊ നിലവില് അസിസ്റ്റന്റ് സെഷൻസിനുള്ള ക്രിമിനൽ മാറ്റേഴ്സ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ നിലവിൽ അതിന്റെ ട്രയൽ തീരുന്നവരെ അത് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇല്ല. സാധാരണ അസിസ്റ്റന്റ് സെഷൻസ് കോടതിക്ക് സെഷൻസ് കോടതി മേക്ക് ഓവർ ചെയ്ത് എടുക്കുന്ന കേസുകളാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ ഇനി അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇല്ല. മനസ്സിലായി? അസിസ്റ്റന്റ് സെഷൻസ് കോടതിക്ക് നിലവിലുള്ള അസിസ്റ്റൻസ് കോടതിക്ക് ഉള്ള സെന്റൻസിങ് പവർ എത്രയാണ്? പറയാവോ? നീരതൊക്കെ പറയാവോ? നീരദണ്ട എല്ലാരും ഇത് പിന്നെ ജോയിൻ ചെയ്യിച്ച് ഉറങ്ങണം.
നീരദ അവൈലബിൾ ആണോ? ഹലോ സർ. ആ ഉണ്ടോ, ലൈവായിട്ടുണ്ടോ? ഹലോ സർ, എനിക്ക് കേൾക്കാം. എനിക്ക് കുറച്ച് കണക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ കിട്ടിയോ? പറയുന്നത് കേൾക്കാം. ഇപ്പൊ കേൾക്കാം സർ. അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടെ സെന്റൻസിങ് പവർ എത്രയാണ്? ഡെത്ത് സെന്റൻസ്. അസിസ്റ്റന്റ് സെഷൻസ് നിങ്ങൾ പുതിയ ആൾക്കാരാകുമ്പോൾ BNSS ആണ് നോക്കേണ്ടതല്ല. BNSS അസിസ്റ്റന്റ് സെഷൻസ് ഇല്ല, അബോളിഷ് ചെയ്തു. നിലവിലുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആശയുണ്ടോ? ആശയില്ല. കുഴപ്പമില്ല. അല്ല, ഞാൻ നേരത്തെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇടയ്ക്ക് കണക്ഷൻ പോയ സ്റ്റെഫി 10 years ആണ്, നിലവിൽ 10 years ആണ്. അപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ അസിസ്റ്റന്റ് സെഷൻ BNSS പ്രകാരം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ക്ലാസ് ഓഫ് കോഴ്സിൽ വന്നിരിക്കുന്നത് കോർട്ട് ഓഫ് സെഷൻ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇത്രയാണ് മജിസ്ട്രേറ്റ് കോടതിയിലെ ക്രിമിനൽ കോടതിയുടെ ഇത് വരുന്നത്. പിന്നെ അതിന്റെ ടെറിട്ടോറിയൽ ഡിവിഷൻ നമുക്ക് ജസ്റ്റ് വായിച്ചു പോകാം. വളരെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എങ്ങനെയാണ് അതിൽ വരുന്നത്? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വരും. മജിസ്ട്രേറ്റ് ക്രിമിനൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആളല്ലേ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. നമ്മുടെ 101 ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇത് പറയത്തില്ലേ, നമ്മുടെ 107 പ്രഖ്യാപിക്കാന്ന് പറയത്തില്ലേ, അതായത് പബ്ലിക് പീസിന് ഇത് വരുമ്പം അയാളെ നോട്ടീസ് കൊടുത്തിട്ട് ഒരുപാട് കേസുകൾ പ്രതികളാക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ 107 എടുക്കുക. അത് ക്രിമിനൽ മാറ്റർ ആണല്ലോ. അത് ഇതിന് താഴെയാണോ സാർ? അത് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ താഴെ അങ്ങനെയാണോ? അല്ല, അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് കൂട്ടൂല. ഒൺലി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. മനസ്സിലായില്ലേ? ഒൺലി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. പക്ഷെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വരും? അതിനകത്ത് ഡിസ്ട്രിക്ട് കളക്ടർ തൊട്ട് താഴത്തോട്ട് വരും. ഡിസ്ട്രിക്ട് കളക്ടർ, RDO, ADM, ഇവർ ഈവൻ തഹസിൽദാർ പോലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ അതിന്റെ പ്രശ്നം അവർക്ക് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ അവിടെ ആരാണ് മുകളിൽ എന്നുള്ള ചോദ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, അതായത് ഇപ്പൊ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ് അല്ലേ? ഡിസ്ട്രിക്ട് കളക്ടർ. പക്ഷെ ഡിസ്ട്രിക്ട് കളക്ടറെ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ വേണമെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ക്യാൻ ആൾസോ ബി സമൻഡ്. അത് വരുത്താം, ആവശ്യമുണ്ടെങ്കിൽ വരുത്താം. അപ്പൊ അവിടെ ഒരു പവർ ആർക്കാണ് കൂടുതൽ? അവിടെ പ്രോട്ടോകോളിന്റെ പ്രശ്നം അവിടെ ഇല്ല. ജുഡീഷ്യൽ ഫങ്ഷൻസ് പ്രോട്ടോകോൾ ഇല്ല, പുറത്തുണ്ടാകും. മനസ്സിലായില്ലേ? യെസ്. ദെൻ ടെറിട്ടോറിയൽ ഡിവിഷൻസ്. ഇതൊന്ന് നീരജൊന്ന് വായിക്കൂ. വായിക്കാം സർ. Section 7 Territorial Divisions. Every state shall be a sessions division or shall consist of session divisions, and every sessions division shall, for the purpose of the Sanhita, be a district or consist of districts. The state government may, after consultation with the High Court, alter the limits or the number of such divisions and districts. The state government may, after consultation with the High Court, divide any district into subdivisions and may alter the limits or the number of such subdivisions. The sessions divisions, districts and subdivisions existing in a state at the commencement of this Sanhita shall be deemed to have been formed under this Sanhita, under this section. Okay. അതായത് ഓരോ സ്റ്റേറ്റും ഷാൽ ബി എ സെഷൻസ് ഡിവിഷൻ ആൻഡ് കൺസിസ്റ്റ് ഓഫ് സെഷൻസ് ഡിവിഷൻസ്. എവരി സെഷൻസ് ഡിവിഷൻ ഷാൽ ഫോർ ദ പർപ്പസ് ബി എ ഡിസ്ട്രിക്ട് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്ട്. അതായത് നമ്മൾ ഈ റവന്യൂ ഡിസ്ട്രിക്ട് മാത്രമാവണമെന്നില്ല അത്. മനസ്സിലായില്ലേ? അപ്പം അത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിന്നെ എറണാകുളത്ത് പറവൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെഷൻസ് ഡിവിഷൻ കൂട്ടിയിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്നെ മാവേലിക്കര
ഒരു പ്രത്യേക സെഷൻ ഡിവിഷനായിട്ട് വരും, റവന്യൂ ഡിവിഷന് ഉൾപ്പെടെ. അപ്പോൾ മുമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ പറവൂർ കോടതിയിൽ അതുപോലെ തന്നെ മാവേലിക്കര കോടതിയിലൊക്കെ മുമ്പ് ബെയിൽ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് അവിടെ ഫയൽ ചെയ്യാമായിരുന്നു. അങ്ങനെ കൂട്ടിയിരുന്നു, പ്രത്യേക സെഷൻസ് ഡിവിഷനാണ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ അവിടെ ഹിയറിംഗിൽ എടുക്കും, പക്ഷേ ദാറ്റ് ഷുഡ് ബി ഫയൽ ബിഫോർ ദ പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട്. അപ്പോൾ ഓരോ സെഷൻസ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിച്ച് പറയുന്ന അനുസരിച്ചിട്ട് ഓരോ സെഷൻസ് ഡിവിഷനായിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് alter limits and the number of such divisions and അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഹൈക്കോടതിയും കൂടെ തീരുമാനിച്ചിട്ട് ചെറിയ ചെറിയ ഡിവിഷൻ ആക്കാനായിട്ട് പറ്റും. സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഡിവൈഡ് ദ ഡിസ്ട്രിക്ട് ഇൻ ടു സബ് ഡിവിഷൻസ് ആൻഡ് മേ ആൾട്ടർ ദ ലിമിറ്റ്സ് ഫോർ ദി നമ്പർ ഓഫ് സച്ച് ഡിവിഷൻസ്. അപ്പോൾ അങ്ങനെയാണ് നേരത്തെ ഇവിടെ ആലപ്പുഴ എന്ന് പറയുന്നത് മാവേലിക്കരയും ഇതും പിന്നെ ആലപ്പുഴയും 2 ഡിവിഷനായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഈ സെഷൻസിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ മുമ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ മാവേലിക്കര തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ട് അവിടെ തന്നെ കേട്ടിട്ട് തീരുമാനിക്കാം. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻ കോടതി കണ്ടിട്ട് അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പറവൂരും എറണാകുളത്ത് പറവൂരും അങ്ങനെയുണ്ട്. ഇവിടെ മറ്റേത് നോർമൽ വരുന്നതാണ്. സംഹിത വന്നതിന് മുമ്പുള്ളത് deemed to have been formed under the provisions Sanhita എന്ന് പോകും. അത്രയേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ഹൈക്കോർട്ട് മേ whenever it appears to expedient or necessary confer the power of a judicial first class magistrate or second class magistrate or any member of the judicial service of the state functioning as a judge in a civil court. അതായത് നമ്മളെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ 138 മാറ്ററൊക്കെ ഇപ്പോൾ പിന്നെ മുനിസിഫ് കോടതിയിൽ സിവിൽ കോടതിയിൽ ഇപ്പോൾ ചെയ്യാറുണ്ടല്ലോ, അത് ഈ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്. മുമ്പ് മുനിസിഫ് കോടതിയിൽ സിവിൽ മാറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 138 എല്ലാം മജിസ്ട്രേറ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റിലെ ഏതാണ്ട് എല്ലാ മുനിസിഫ് കോടതിയെയും ഈ മജിസ്ട്രേറ്റ് പവർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലാത്ത വളരെ അപൂർവമായിട്ടുള്ള കോടതികൾ ഇപ്പോൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ആയിരിക്കത്തില്ലേ? എല്ലാ മുനിസിഫ് കോടതിക്കും 138 മാറ്റർ ഇല്ലേ? ഇപ്പൊ എല്ലാ കോടതിക്കും ഉണ്ട്. മുമ്പ് അങ്ങനെ എല്ലാ കോടതികൾക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുനിസിഫ് കോടതിക്ക് മുമ്പ് മുനിസിഫ് കോടതിക്കൊക്കെ വെക്കേഷൻ കിട്ടുമായിരുന്നു. ഇപ്പൊ മുനിസിഫ് കോടതിക്ക് വെക്കേഷൻ ഇല്ല. ഈ മജിസ്ട്രേറ്റ് പവർ ഉള്ളത് കൊണ്ട് വെക്കേഷൻ ഇല്ല. അത് ഈ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഹൈക്കോടതി അങ്ങനെ കൊടുക്കുന്നത്. സിവിൽ കോടതിയും മജിസ്ട്രേറ്റ് പവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉത്തരവിട. യെസ്, നെക്സ്റ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. Every district high court shall appoint a judicial first class magistrate to be a chief judicial magistrate. മനസ്സിലായി? ആ വാക്ക് ശ്രദ്ധിച്ചോളാം. എന്താണ്? In every district high court shall appoint a judicial magistrate of first class to be a chief judicial magistrate. അപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് he is none other than a judicial first class magistrate. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റന്മാരും ആരാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. സെന്റൻസിങ് പവർ വ്യത്യാസം വരും, പക്ഷെ നോർമലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റന്മാരെയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റന്മാരായിട്ട് നിയമിക്കേണ്ടത്. അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ പവർ അധികാരം എന്ന് പറയുന്നത് ആ ഒരു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ടെറിട്ടറി മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ എവരി ഡിസ്ട്രിക്ട് ദേർ ഷുഡ് ബി എ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നാ പറയുന്നത്. അപ്പൊ ഓരോ ജില്ലക്കും ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടാവും. പക്ഷെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ജില്ലയിൽ മൊത്തം കിട്ടത്തില്ല. റിഗാർഡിങ് ജുഡീഷ്യൽ ഫങ്ഷൻസ്
ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരം കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് ഏത് ഭാഗത്താണോ അധികാരമുള്ളത് അതേ അധികാരമേ കിട്ടൂ. ഞാൻ പറഞ്ഞ ആ ഡിസ്റ്റിങ്ഷൻ മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സെന്റൻസിങ് പവർ എന്ന് പറയുന്നത് 7 years ആണ്. നമുക്കറിയാലോ 7 years ഫൈൻ അൺലിമിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് എ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ക്യാൻ പാസ് എ സെന്റൻസ് imprisonment for a period up to 7 years and fine unlimited. പിന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ 3 years ആണ്. അപ്പോൾ ഒരു ഒഫൻസ്, ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഒരു ഒഫൻസിന്റെ പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 5 years ആണെന്ന് കരുതുക, അല്ലെങ്കിൽ 7 years ആണെന്ന് കരുതുക. ആ 7 years ആണെങ്കിൽ 7 years വരെ സെന്റൻസ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ആർക്കാ? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു ഒഫൻസ്, ആ ഒഫൻസിനെ സംബന്ധിച്ചുള്ള കേസ് ഫയൽ ചെയ്യേണ്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാകാമല്ലോ. അങ്ങനെ വരുമ്പോൾ കാരണം ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് cannot pass a sentence of imprisonment more than 3 years. The punishment prescribed is 7 years. അപ്പോൾ എവിടെ കൊടുക്കേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കേണ്ടി വരും. പക്ഷെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഹീസ് എ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് അത് എടുക്കാനുള്ള അധികാരമില്ല. എന്താ? ടെറിട്ടറി വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഏത് ടെറിട്ടറിയിലാണോ നടന്നത് ആ ടെറിട്ടറിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പിൽ കൊടുക്കാൻ പറ്റും. അതേസമയം ഞാൻ പറഞ്ഞത്, അപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ടെറിട്ടറി ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെയും ടെറിട്ടറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? കൺസിഡർഡ് ആസ് ഹീസ് എ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. മനസ്സിലായില്ല? ഡിസ്റ്റിങ്ഷൻ മനസ്സിലായല്ലോ? അപ്പൊ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഹീസ് എ നൺ അതർ ദാൻ എ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഒരു ഡൗട്ട് വരും. കാരണം വെച്ചാൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് സബ് ജഡ്ജാ, സപ്പോർട്ടേഡ് ജഡ്ജാ. നോർമലി സീനിയർ സബ് ജഡ്ജ് ആയി കഴിയുമ്പോഴാണ് CJM ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സീനിയർ സബ് ജഡ്ജാണ് CJM ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലായിക്കോളാം. അതായത് സബ് ജഡ്ജ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ നമ്മൾ വിളിക്കുന്ന അസിസ്റ്റന്റ് സെഷൻ ജഡ്ജാണ്, ഇപ്പോഴില്ല. അപ്പൊ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജായിട്ടിരുന്ന ഒരാള് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആവുന്നതോടുകൂടി സെന്റൻസിങ് പവർ കുറയും. അസിസ്റ്റന്റ് സെഷൻ ജഡ്ജിനെ 10 years ശിക്ഷിക്കാമായിരുന്നു. അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ 7 years ആകാവുള്ളൂ. കാര്യം അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റായിട്ട് കൂട്ടുള്ളൂ. അപ്പൊ ഇത് വരുമ്പോ ഇങ്ങനെ വരിക. അപ്പൊ മുമ്പ് നിങ്ങൾ ഈ ഇന്റഗ്രേഷൻ വരുന്നതിന് മുമ്പ്, അതായത് മുമ്പ് ഈ മജിസ്ട്രേറ്റന്മാരും മുനിസിപ്പൽമാരും എന്ന് പറയുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒരാൾ കയറി കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. പിന്നെ വരുന്ന പ്രൊമോഷൻ പോസ്റ്റ് CJM ആണ്. അതോടുകൂടി തീരും, പിന്നെ ഇല്ല. എന്നാൽ മുനിസിപ്പായിട്ട് കയറുന്നയാള്, സിവിൽ സൈഡിൽ കയറുന്നയാള് മുനിസിപ്പൽ കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് സബ് ജഡ്ജാണ്. സബ് ജഡ്ജ് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഡിസ്ട്രിക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ഹൈക്കോടതി ജഡ്ജാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയാണ്. അപ്പോൾ മുമ്പ് അങ്ങനെയായിരുന്നു. ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പോയിരുന്നത്. പിന്നീടാണ് അത് 90-91 ആയപ്പോഴാണ് ഇത് രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തത്. മനസ്സിലായി? അപ്പോഴാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പൊ എന്ത് പറ്റി വെച്ചാൽ നേരത്തെ ഒരു മജിസ്ട്രേറ്റ് ആയിട്ട് സർവീസിൽ കയറിയാൽ ആ മജിസ്ട്രേറ്റ് നേരത്തെ CJM ആയി കഴിഞ്ഞ പിന്നെ ചാൻസ് ഇല്ലായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എന്ത് കിട്ടി? അവർക്കൊക്കെ വീണ്ടും പ്രൊമോഷൻ സ്കോപ്പ് കിട്ടി. മറ്റേ ഈവൻ ഹൈക്കോടതി ജഡ്ജി വരെ ആകാൻ പറ്റി മജിസ്ട്രേറ്റന്മാർക്ക് കയറുന്നത്. പക്ഷെ ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ കുഴപ്പമില്ല. ഇന്റഗ്രേഷൻ വന്നുകൊണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എന്നാണല്ലോ പറയുന്നത്. മുമ്പ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിട്ടായിരുന്നു കയറുന്നത്, മറ്റൊരു മുനിസിപ്പായിട്ട് കയറുന്നത്. അപ്പോൾ അതാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ
Then 2 എന്ന് പറയുന്നത് ഹൈക്കോർട്ട് മേ അപ്പോയിന്റ് എനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ടു ബി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് and such magistrate shall have all any of the power of the chief judicial magistrate under the Sanhita under any other for time being. അപ്പോൾ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉണ്ട്. അത് എല്ലാ ജില്ലയിലും ഇല്ല. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇല്ല. എന്നാൽ ചില ജില്ലകളിൽ ഒന്നിൽ കൂടുതൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട് താനും. ഇപ്പോൾ എറണാകുളത്ത് ഒന്നിൽ കൂടുതൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ട്. തിരുവനന്തപുരത്ത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരാളേ ഉള്ളൂ. ചില ജില്ലയിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇല്ല. Then അടുത്തത് ഹൈക്കോർട്ട് മേ ഡെസിഗ്നേറ്റ് എനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് in any subdivision as the subdivisional magistrate and relieve him for our responsibilities specified in the section and occasion requires. പക്ഷെ ഇത് നമ്മുടെ ഇവിടെ കേരളത്തെ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കാണുന്നില്ല. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആക്കാറില്ല. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിട്ട് തന്നെ നടത്തുന്നു. Then subject to the general control of the chief judicial magistrate, every subdivisional magistrate shall have the and exercise the powers of the supervision control over the work of judicial magistrates other than additional chief judicial magistrate in the subdivision of the high court may by general or special order. അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ദോ ഹി ഈസ് എ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, അദ്ദേഹത്തിന് എല്ലാ മജിസ്ട്രേറ്റർമാരുടെ പോലും സൂപ്പർവൈസറി പവർ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ട് എല്ലാ ചീഫ്. അപ്പോൾ ഓൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്സ് ആർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അവരുടെ മറ്റ് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ CJM-നാണ് ഉള്ളത്. നമ്മുടെ ടെസ്റ്റിനെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ല അതിനകത്ത് വരുന്നത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് അയാൾ ഹീസ് നണ്ണർ ദാൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. അത് ഓർത്തോളണം. ഈ സെൻറ്റൻസിങ് പവർ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സൂപ്പർവൈസറി പവർ ഉള്ളത് കൊണ്ട് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ ജുഡീഷ്യൽ പവർ അല്ലാതെ വേറെ ഇല്ല. അതായത് ഫോർ ഡിസൈഡിങ് ഹിസ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷണൽ പവർ ഹി ക്യാൻ ബി കൺസിഡർഡ് ആസ് ഓൺലി എ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അത് മനസ്സിലുണ്ടായിരിക്കണം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പ്രത്യേക ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉള്ള അധികാരത്തേക്കാൾ കുറച്ച് മറ്റധികാരങ്ങളില്ല, എക്സെപ്റ്റ് സെന്റൻസിങ് പവർ. സെന്റൻസിങ് പവർ ഉണ്ട്, അത് പ്രത്യേകം നമ്മൾ പഠിക്കുമത്. ദെൻ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹൈക്കോർട്ട് മേ ഈ റിക്വസ്റ്റഡ് ബൈ ദ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സോ ടു ഡു confer upon any person who holds as held by the post under government all or any of the person conferred or conferable under Sanhita a judicial magistrate of first class or a second class in respect to particular case to be particular class of case in local area, provided no such power shall be conferred on person unless he possesses such qualification or experience in relation to any legal affairs as the High Court may by rules specify. അതായത് ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എറണാകുളത്ത് ഒരു കോടതി ഉണ്ടല്ലോ, എന്താണ് MLA-മാർക്ക് വേണ്ടിയിട്ട് കോടതിയുണ്ട്, സ്റ്റേറ്റിലൊരു കോടതിയുണ്ട്. ജനപ്രതിനിധികളുമായിട്ട് അവരുടെ ഒഫൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഒരു കോടതിയുണ്ട്. അത് എറണാകുളത്താണ്, ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ കോടതിയാണ്. പിന്നെ സ്പെഷ്യൽ മജിസ്ട്രേറ്റർമാർ നിങ്ങൾ കാണാറുണ്ട്. ഇപ്പം റെയിൽവേയിലെ പെറ്റി ഒഫൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊരു റെയിൽവേ മജിസ്ട്രേറ്റ് എന്ന് പറയാറുണ്ട്. പിന്നെ ചില പെറ്റി ഒഫൻസിന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്. അത് എറണാകുളത്തും തിരുവനന്തപുരത്തും ഉണ്ട്. അവരാരും ഈ സർവീസിലുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റർമാരല്ല, അല്ലാതെ ഉള്ളവരെ നിയമിക്കുന്നതാണ്. പിന്നെ അവർക്ക് പെറ്റി കേസുകൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എറണാകുളത്തും ഉണ്ട്, അത് തിരുവനന്തപുരത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വടക്ക് എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. കോഴിക്കോട് എവിടെയെങ്കിലും ഉണ്ടെന്ന് കാണും. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ചില പ്രത്യേക ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം പിന്നെ ഹൈക്കോടതി കൊണ്ട് കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ്. ദെൻ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ അത് നമ്മളിനി
196, 197 ഒക്കെ പഠിക്കുമ്പോൾ അത് ലോക്കൽ ജുഡിഷ്യൽ വിശദമായിട്ട് പഠിക്കും. പക്ഷെ സബ്ജക്ട് ടു ദ കൺട്രോൾ ഓഫ് ദ ഹൈ കോർട്ട്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് may from to time to define the local limits of the area with which the magistrate appointed under section 9 or section 11 may exercise all of any of the powers with which they respectively invested under the Sanhita. അതായത് നിങ്ങളത് കേട്ട് കാണുമല്ലോ, ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് സെന്ററിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മജിസ്ട്രേറ്റ് കോടതികളുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ മജിസ്ട്രേറ്റ് അവരുടെ ടെറിട്ടറി തീരുമാനിക്കുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ സന്ദർഭം നിങ്ങൾ പറയുന്നത് പോലീസ് സ്റ്റേഷൻ മാറ്റി കൊടുത്തു, പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റി കൊടുത്തു, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡിഷ്യൻ അവിടെ കൊടുത്തു, ഫസ്റ്റ് ക്ലാസ് ജുഡിഷ്യൻ ഇവിടെ കൊടുത്തു എന്ന് പറയില്ല. ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. Provided the court of special judicial magistrate may hold its sitting at any place within the local area for established. Special magistrate എവിടെ വേണമെങ്കിലും സിറ്റിംഗ് നടത്താമെന്നുള്ളത്. Except as otherwise provided under subdivision, jurisdiction and powers shall extend throughout the district. അതല്ല എങ്കിൽ, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് ജൂറിസ്ഡിക്ഷൻ എല്ലാ, നമ്മൾ സാധാരണ പറയില്ലേ മജിസ്ട്രേറ്റന്മാർക്ക് എവിടെയും ജൂറിസ്ഡിക്ഷൻ കിട്ടുമെന്ന് പറയത്തില്ലേ. Then where the local jurisdiction of the magistrate appointed under subsection 1, section 9 and 11 extends to area beyond the district in which ordinary holds the court, any reference in Sanhita to court of session, chief judicial magistrate shall in relation to the any such magistrate throughout the area within his local jurisdiction be construed unless the context otherwise requires a reference to the court of session, chief judicial magistrate as the exercise jurisdiction in relation to said district. അതായത് ലോക്കൽ ഈ സെക്ഷൻ 9, 11 പറയുന്ന പിന്നെ ലോക്കൽ ജുഡിഷ്യൽ ഓരോ ഏരിയയിൽ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ഏരിയ ബിയോണ്ട് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ഹീസ് ഓർഡിനറി ഹോൾഡ്സ് ദ കോർട്ട്, ബിയോണ്ട് ദ ഡിസ്ട്രിക്ട് വരാം എവിടെയെങ്കിലും പ്രത്യേക സിറ്റിംഗ് നടത്തുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് അയാൾക്ക് ആ എക്സ്റ്റൻഷൻ കിട്ടിയ സ്ഥലമായിട്ട് കൂട്ടുകൊണ്ടേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. Then subordination of the judicial magistrate. Every chief judicial magistrate shall be subordinate to session judge. Every other judicial magistrate shall subject to general control of the session judge. Be subordinate to judicial magistrate. അതായത് എല്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും സെഷൻ ജഡ്ജിന്റെ കീഴിൽ ആയിരിക്കും. എല്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും ജനറൽ കൺട്രോൾ സെഷൻ ജഡ്ജിലാണ്, പക്ഷെ ഈ സബോർഡിനേറ്റ് ടു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. Chief judicial magistrate from time to time make rules, give special order consistent with the Sanhita as to the distribution of the business among the judicial magistrate subordinate to him. അതായത് കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ലോ, മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, അതൊക്കെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചെയ്യുക. ഒരു കോടതിയിൽ നിന്ന് വേറെ കോടതിയിലോട്ട് കേസുകൾ മാറ്റി കൊടുക്കുക പവർ. Then executive, every district, the state government may appoint as many persons as themselves the executive magistrate and shall appoint one of them to be the district magistrate. State government may appoint any executive magistrate to be additional district magistrate, and such magistrate shall have such of the powers of the district magistrate under the Sanhita, under any other law for the time being enforced, may be directed by the state government. അതായത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ADM മാരെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ADM. അപ്പൊ ADM RDO തമ്മിലുള്ള വ്യത്യാസം എന്താ? ആർക്കെങ്കിലും പറയാമോ? അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ, RDO, തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? അറിയില്ല സർ. അത് ഈ മറ്റേ ഇതിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് ADM ആകുന്നവരെയാണ് ADM എന്ന് വിളിക്കണം. IAS വരുമ്പോൾ അവരെ RDO എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ DYSP ASP ഇല്ലേ, DYSP ASP. DYSP പ്രൊമോട്ട് ചെയ്ത് വരുന്നവര് DYSP വരും. അവിടെ IPS വരണമെങ്കിൽ അവർ ASP എന്ന് വിളിക്കുക. അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ പവേഴ്സ് എല്ലാം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പവർ ആയിരിക്കും RDO കൊണ്ടായിരിക്കുക.
Then, whenever in consequence of an office of district magistrate becoming vacant, any officer succeed temporarily to exercise. അത് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ട്, സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ട്, ലോക്കൽ ജുറിസ്ഡിക്ഷനാണ്, സബോർഡിനേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. 18 എന്ന് നോക്കാം. നമ്മളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. നമുക്ക് വേണ്ടത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറിന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഒന്ന് വായിച്ചു. അനീഷ് ഒന്ന് വായിക്കോ പബ്ലിക് പ്രോസിക്യൂട്ടർ 18. Okay, sir. Section 18, Public Prosecutors. Clause 1. For every High Court, the central government or the state government shall, after consultation with the High Court, appoint a public prosecutor and may also appoint one or more additional public prosecutors for conducting in such a court any prosecution, appeal, or other proceedings on behalf of the central government or the state government, as the case may be, provided that the National Capital Territory of Delhi, the central government shall, after consulting with the High Court of Delhi, appoint the public prosecutor or additional public prosecutor for the purpose of this subsection. Clause 2. The central government may appoint one or more public prosecutors for the purpose of conducting any case in any district or local area. Clause 3. For every district, the state government shall appoint a public prosecutor and may also appoint one or more additional public prosecutors for the district, provided that the public prosecutor or additional public prosecutor appointed for one district may be appointed also to be a public prosecutor or additional public prosecutor, as the case may be, for another district. Clause 4. The district magistrate shall, in consultation with the sections, prepare a panel of names of persons who are, in his opinion, fit to be appointed as public prosecutors or additional public prosecutors for the district. Clause 5. No person shall be appointed by the state government as the public prosecutor or additional public prosecutor for the district unless his name appears in the panel of names prepared by the district magistrate under subsection 4. ബാക്കി സ്റ്റെഫി വായിക്കും. സ്റ്റെഫില്ലേ പോയോ? സജിത് ഉണ്ടോ? നീരജ ഉണ്ടോ? സിഗ്മ ഉണ്ടോ? ഉണ്ട് സാർ. ഒരു സെക്കൻഡ് സാർ, ഞാൻ ബ്ലൂടൂത്ത് വെച്ചേക്കും. ഒരു സെക്കൻഡ് സാർ, ഇടയ്ക്ക് ഇത് ക്ലോസ് ആയി പോയതാ. ആയിക്കോട്ടെ. ക്ലോസ് 5 തൊട്ട് വായിക്കട്ടെ സാർ. വായിച്ചതാണ്, വായിച്ചോ. ക്ലോസ് 5 ആണോ 6 ആണോ സാർ? 6 വായിക്കണ്ടേ ഇനി. Notwithstanding anything in subsection 5, where in a state there exists a regular cadre of prosecuting officers, the state government shall appoint a public prosecutor or an additional public prosecutor only from among the persons constituting such cadre, provided that where in the opinion of the state government no suitable person is available in such cadre for such appointment, that government may appoint a person as public prosecutor or additional public prosecutor, as the case may be, from the panel of names prepared by the district magistrate under subsection 4. Explanation vaikana sir. Explanation. For the purposes of this subsection, regular cadre of prosecuting officers means a cadre of prosecuting officers which includes therein the post of public prosecutor by whatever name called, and which provides the promotion of assistant public prosecutors by whatever name called to that post. Clause B.
prosecuting officer means a person by whatever name called appointed to perform the functions of a public prosecutor, special public prosecutor, additional public prosecutor, or assistant public prosecutor under the Sanhita. വായിച്ചോ, 9 കൂടെ അല്ലേ ഉള്ളൂ, 7 to 9 അല്ലേ ഉള്ളൂ, വായിച്ചോ. Clause 7. A person shall be eligible to be appointed as public prosecutor or additional public prosecutor under subsection 1 or subsection 2 or subsection 3 or subsection 6 only if he has been in practice as an advocate for not less than 7 years. Clause 8. The central government or the state government may appoint for the purposes of any case or class of cases a person who has been in practice as an advocate for no less than 10 years as a special public prosecutor, provided that the court may permit the victim to engage an advocate of his choice to assist the prosecution under this subsection. Clause 9. For the purposes of subsection 7 and subsection 8, the period during which a person has been in practice as an advocate or has rendered, whether before or after the commencement of the Sanhita, service as a public prosecutor or as an additional public prosecutor or assistant public prosecutor or other prosecuting officer by whatever name called, shall be deemed to be the period during which such person has been in practice as an advocate. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചെന്നാല് ഇവരുടെ ഈ ക്വാളിഫിക്കേഷൻ പറയുന്നൊരു ഇതാണ്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന് പ്രാക്ടീസ് ആയിട്ട് വരേണ്ടത് എന്താണ്? നോട്ട് ലെസ് ദാൻ 7 years പ്രാക്ടീസ് ഉണ്ടാകുന്ന ആരാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണേ. പിന്നെ അത് കൂട്ടുമ്പോൾ, അത് കൗണ്ട് ചെയ്യുമ്പോൾ മുമ്പ് വരെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. അതും പീരീഡ് കൂട്ടുമ്പോൾ അതും കൂടെ കൂട്ടും. പിന്നെ നോർമലി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അറിയാലോ, സാധാരണ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന വെച്ചാൽ ദ പാനൽ ഓഫ് ദി പബ്ലിക് പ്രോസിക്യൂട്ടർ ഈസ് ടു ബി പ്രിപ്പയർഡ് ബൈ ദി പ്രിൻസിപ്പൽ, റെക്കമെൻഡേഷൻ ബൈ ദി പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ആണ് ഇപ്പോൾ വരുന്നത്. എന്നിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ പാനൽ പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്കറിയാലോ അതെല്ലാം സാധാരണ ഇപ്പോൾ നടക്കുന്നതൊക്കെ ചെന്നാൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ്, അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് അല്ല റിഗാർഡിങ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. അത്ര അതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യുന്നില്ല. പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ ചില അപ്പോയിന്റ് ചെയ്യാം. ചില പർട്ടിക്കുലർ കേസിൽ ഗവൺമെന്റ് വേണമെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർസിനെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് വെച്ചാൽ 10 years കുറയാത്ത പ്രാക്ടീസ് ഉള്ളവരെയാണ് നോർമലി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ചില പർട്ടിക്കുലർ കേസിൽ അങ്ങനെ വെക്കാറുണ്ടല്ലോ. അതെ, ഇനി നമുക്ക് നോക്കേണ്ടത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ വരുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ അപ്പോയിന്റ് ഇൻ എവരി ഡിസ്ട്രിക്ട് ഓർ 1 or more അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഫോർ കണ്ടക്ടിംഗ് ദ പ്രോസിക്യൂഷൻ ഇൻ ദ കോർട്ട് ഓഫ് എ മജിസ്ട്രേറ്റ്. ഓരോ മജിസ്ട്രേറ്റ് കോടതിയിലാണ് APPമാരെ നിയമിക്കുന്നത്. അത് ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് 1 or more അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ ദ പർപ്പസ് ഓഫ് കണ്ടക്ടിംഗ് കേസസ് ഓർ ക്ലാസ് ഓഫ് കേസസ് ഇൻ ദ കോർട്സ് ഓഫ് മജിസ്ട്രേറ്റ്. സെൻട്രൽ ഗവൺമെന്റിന് അവിടെ കേസുകൾ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനും പ്രത്യേകമായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അതർവൈസ് നോർമലി വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്. വിത്തൗട്ട് പ്രിജുഡീസ് ടു ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 and 2 where no assistant public prosecutor is available for the purpose of any particular case, the district magistrate may appoint any other person to be the assistant public prosecutor in charge of that case after giving notice of 14 days to the state government, provided that no police officer shall be eligible to be appointed as an assistant public prosecutor if he has taken any part in investigation into an offence with which the accused being prosecuted or is below the rank of inspector. അതായത് APPമാരുടെ നിയമിക്കുന്നത് നോർമലി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഒരു അത്യാവശ്യമുള്ള ഘട്ടത്തിൽ APP ഇല്ലാതെ വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ആരെയാണെങ്കിലും ഒരു APP ആയിട്ട് നിയമിക്കാം ആ പർട്ടിക്കുലർ കേസിന് വേണ്ടിയിട്ട്.
പക്ഷേ പ്രൊവൈസർ പറഞ്ഞ എന്താണ്, എങ്ങനെയുള്ള ആൾക്കാരെ നിയമിക്കാൻ പാടില്ല. നോ പോലീസ് ഓഫീസർ ഷാൽ ബി എലിജിബിൾ ടു ബി അപ്പോയിന്റഡ് ആസ് ആൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. എങ്ങനെയാണെങ്കിലാണ് ഇഫ് ഹി പാർട്ടിസിപ്പേറ്റഡ് ടേക്ക് പാർട്ട് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ. ആ കേസിൽ ഏത് പ്രതിയുടെ കേസാണോ ആ പ്രതിക്കെതിരെ ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറെ എന്ത് അയക്കാൻ പാടില്ല, ഇങ്ങനെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ പോലീസ് ഓഫീസർ can also be appointed as an assistant public prosecutor by the district magistrate to conduct a particular case. അങ്ങനെ ചെയ്യാമെന്നാണ് എൻ്റെ അർത്ഥം. only bar if he participated in the investigation, in that case such a person shall not be appointed. പിന്നെ ഒരു കണ്ടീഷൻ വന്ന് ബിലോ ദ റാങ്ക് ഓഫ് ഇൻസ്പെക്ടർ ആകാം. അപ്പോൾ ഇൻസ്പെക്ടറിന് മേളിലുള്ള ഒരാളെ കൊണ്ട് കേസ് പ്രോസിക്യൂട്ട് ചെയ്യിക്കുന്നതിന് പ്രത്യേകമായിട്ട് ഒരു പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യാം. സാർ ഇതിന്റെ പർപ്പസ് എന്താണ് ഇങ്ങനെ? അങ്ങനെ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാല് അത് അങ്ങനെ നോർമലി അങ്ങനെ പിന്നെ വരാൻ പറ്റുന്ന കാര്യം വെച്ചാൽ സപ്പോസ് ഒരു അർജന്റ് ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നു കരുതുക. അർജന്റ് ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നു, കൺസേൺഡ് APP അവിടെ അവൈലബിൾ അല്ലാതെ വരുന്നു, ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ കോടതി ചിലപ്പോൾ ബെയിൽ ഔട്ട് ചെയ്യണം. ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ കോപ്പി നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പോയിന്റ് ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം. അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഇത് നടക്കുന്നൊരു കാര്യമല്ല, അങ്ങനെ വരുന്നില്ല. കാരണം വെച്ചെന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ജില്ലയിൽ തന്നെ ഓരോ മജിസ്ട്രേറ്റ് ഡിവിഷനിലും പ്രോസിക്യൂട്ടർമാരുണ്ടാവും. അപ്പോൾ അവർ നോർമലി ലീവ് എടുത്ത് പോകുകയാണെങ്കിൽ അടുത്ത പ്രോസിക്യൂട്ടറിന് ചാർജ് കൊടുത്തിട്ടേ പോകുള്ളൂ. അപ്പോൾ ആ ചാർജുള്ള APPക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർക്ക് കോപ്പി കൊടുക്കാൻ ചില മജിസ്ട്രേറ്റുമാർ പറയാറുണ്ട്. കാര്യം ഇത് കൺസിഡർ ചെയ്യണമെന്ന് മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള ഒരു കേസിൽ, അടുത്ത ദിവസത്തേക്ക് വെക്കാൻ പറ്റാത്ത ഒരു കേസുകളിൽ, അപ്പം തന്നെ തീരുമാനിക്കേണ്ട കേസുകളിൽ വരുന്ന ഒരു മാറ്റർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൊടുക്കാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ പോലീസ് ഓഫീസറെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈവൺ എ പോലീസ് ഓഫീസർ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ആൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ബൈ ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യത വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ വരാം. അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അപ്പോയിന്റഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് who participated in the investigation as a assistant public prosecutor, whether it is legal or illegal, അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാൾ ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അയാളെ അതിൻ്റെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 ബാറാണുള്ളത്. ഒന്ന്, he should be a person off and above the rank of sub inspector, അല്ലെങ്കിൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ അല്ല, ഇൻസ്പെക്ടർ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടറോ അതിന് മുകളിലുള്ള ആളായിരിക്കണം. പിന്നെ അയാൾ ഇൻവെസ്റ്റിഗേഷനിൽ പങ്കെടുത്ത ആളാകാൻ പാടില്ല. ഈ 2 ബാറാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടായിരിക്കും വരിക. അത്രയും നോക്കിയാൽ മതി അതിനകത്ത്. പിന്നെ ഇപ്പൊ ഡയറക്ടറേറ്റ് പ്രോസിക്യൂഷൻ ഉണ്ട്. ഇപ്പൊ APPമാരുടെ മുഴുവൻ അതിന്റെ കീഴിലാണ് വരുന്നത്. ഡയറക്ടർ പ്രോസിക്യൂഷനാണ് ഇപ്പൊ അപ്പോയിന്റ് ചെയ്യണതൊക്കെ. പ്രത്യേക ടെസ്റ്റ് നടത്തിയ മുമ്പ് ആദ്യമൊക്കെ ഇപ്പൊ PSC ആണെന്നാണ് നടത്തുന്നത് അല്ലേ? മുമ്പ് അങ്ങനെയല്ല, ഗവൺമെന്റ് നേരിട്ട് എടുക്കുകയായിരുന്നു ചെയ്യണത്. ഗവൺമെന്റ് ആയിരുന്നു അപ്പോയിന്റ് ചെയ്യണത്. ഇപ്പൊ APPമാരുടെ അപ്പോയിന്റ്മെന്റ് കുറച്ചും കൂടി സുതാര്യമായിട്ടാണ് നടക്കുന്നത്. The state government may establish director of prosecution in the state, consisting the director of prosecution as many of the deputy directors of the prosecution as it think fit. A district director of prosecution in every district consists of many deputy directors and assistant directors of the prosecution as it think fit. A person shall be eligible to be appointed as the director of prosecution, deputy director of prosecution, if he has been practiced as an advocate for not less than 15 years or has been a session judge.
ഒരു സെഷൻ ജഡ്ജ് ആയിട്ട് ഇരുന്ന ആളെയും ഈ ഡയറക്ടറേറ്റ് പ്രോസിക്യൂഷൻ പോസ്റ്റ് ചെയ്യാമെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ വരുന്നത് 15 വർഷത്തെ കുറെ പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റിന് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. ഡയറക്ടർ ഓഫ് ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ജില്ലയിൽ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഏറ്റവും മുതിർന്ന ഓഫീസറാണ്. അതായത് പുള്ളിയാണ് CJM കോടതിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ പ്രോസിക്യൂട്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, DDP എന്ന് പറയും, നമ്മൾ സാറിന് DDP എന്ന് പറയും. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലെ APP എന്ന് പറയും, പിന്നെ CJM കോടതിയിലാകുമ്പോൾ DDP എന്ന് പറയും. റിട്ടയർഡ് ഒന്നുമില്ല, ഹാസ് ബീൻ എന്നാ പറയണ, സർവീസിൽ ഇരിക്കുന്ന ജഡ്ജ് എന്നാ പറയണത്. അല്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ അതൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ സ്റ്റേറ്റിലെ ഈ പ്രോസിക്യൂട്ടറുടെ ഹെഡാണ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നയാള്. ജഡ്ജ് വാദിക്കാന്നല്ല, ജഡ്ജ് ആ ക്വാളിഫിക്കേഷൻ വെച്ച് ഹി ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് പോസ്റ്റ്, ഹി ക്യാൻ ബി അപ്പോയിന്റഡ് ആണെന്നാണ്. അപ്പൊ പിന്നെ ജഡ്ജ് അല്ലാതായിട്ട് മാറും. മനസ്സിലായില്ലേ? അതായത് 15 വർഷം പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ആ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സെഷൻ ജഡ്ജ് ആയിരിക്കുന്നയാളും ആ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നേ അർത്ഥമാക്കുന്നുള്ളൂ. അതൊരു ക്വാളിഫിക്കേഷൻ. അത് ജഡ്ജായിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ വേണമെങ്കിൽ അതിന്റെ ഏജ് എത്രയാണെന്ന് അറിയാൻ പാടില്ല, 60 ഇപ്പൊ സെഷൻ ജഡ്ജായിട്ടിരുന്ന ഒരാൾക്ക് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ 58 വയസ്സിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാല് പിന്നെ അയാൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമല്ലോ. ഹി ക്യാൻ ബി അപ്പോയിന്റഡ്. അപ്പൊ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ 2 ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഒന്ന് 15 വർഷത്തെ പ്രാക്ടീസ് ഉള്ള ആളെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്, അതായത് DDP എന്ന് പറയുന്ന ആളെ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ അപ്പോയിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് APP-മാരുടെ പ്രൊമോഷൻ പോസ്റ്റാണത്. അവിടെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ്, നമ്മുടെ സർവീസ് അനുസരിച്ച് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ഇല്ല. ഇതിനാ CRPC പറയുന്നത് അങ്ങനെ അപ്പോയിന്റ് ചെയ്യാം, വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് റൂൾ ഫ്രെയിം ചെയ്യാം ഇത് വെച്ചിട്ട്. ഏതാ DDP-മാരെ ഇനി മുതൽ അവരുടെ പ്രൊമോഷൻ വേക്കൻസിയും അതുപോലെ തന്നെ ഡയറക്ടർ എടുക്കാമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ മേക്ക് എ റൂൾ. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ നിലവിൽ നടക്കാന്ന് വെച്ചാൽ DDP എന്ന് പറഞ്ഞാൽ APP-മാരുടെ പ്രൊമോഷൻ പോസ്റ്റാണ്. പക്ഷെ അതുകൊണ്ട് തീരും. അവിടെ പോയി അവർ പിന്നെ അടുത്ത ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ജനറലായിട്ട് വരുന്നില്ല, ആള് വരുന്നില്ല. അത് വേറെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യണമാണ്. അതിന് അപ്പോയിന്റ് ചെയ്യുമ്പോൾ 15 വർഷത്തിൽ കുറെ പ്രാക്ടീസ് ഉള്ളവരെ അതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. തീരും ഗവൺമെന്റ് മറ്റു അപ്പോയിന്റ് ചെയ്യില്ല. നമ്മൾ അഡ്വക്കേറ്റ് ജനറൽ പോസ്റ്റ് ചെയ്യണ പോലെ തന്നെ. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാം, അതിപ്പോ ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന മാറ്റങ്ങളാണ്. ഇപ്പോ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്നൊരു പോസ്റ്റ് ഇപ്പോൾ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിലുണ്ട്. APP-മാരാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. ഹാസ് ബീൻ പ്രാക്ടീസ് നോട്ട് ലെസ് ദാൻ 7 years ആൻഡ് ഹാസ് ബീൻ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിനും അപ്ലൈ ചെയ്യാം. ഏതാ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പൊ പോവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ അപ്ലൈ ചെയ്യാം. Then director of prosecution shall be headed by the director of prosecution who shall functions under administrative control. നമ്മളിപ്പോൾ അതിനകത്ത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്നാണ് DGP എന്നാണ് പറയണത്. നമ്മുടെ ഇവിടുത്തെ ഹൈക്കോടതിയിലെ മറ്റേ അഡ്വക്കേറ്റ് ജനറലും DGP ഉണ്ട്, രണ്ടുപേരാണ്. അഡ്വക്കേറ്റ് ജനറൽ മറ്റു കാര്യങ്ങൾ സ്റ്റേറ്റിൻ്റെ ഇതും, ഇത് ക്രിമിനൽ കേസ് ആപ്ലിക്കേഷന് DGP ആണ്. Every deputy director of prosecution, assistant director of prosecution shall be subordinate to director of prosecution. Every assistant director of prosecution shall be subordinate to deputy director of prosecution. Assistant director of prosecution, that is now it is equivalent to APP. അവരെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ പോസ്റ്റ് ചെയ്യുന്നത്.
അവിടെ എനിക്കൊരു 1-2 പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. Every public prosecutor, assistant additional public prosecutor, special public prosecutor appointed by state government and 18 to conduct the case in High Court shall be subordinate to director. ഹൈക്കോടതിയിലും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ടല്ലോ. അത് അഡീഷണൽ ഗവൺമെന്റ് ബിൽഡർമാരെ തന്നെയാണ് അഡീഷണൽ പ്രോസിക്യൂട്ടറായിട്ട് വെക്കണേ. നമ്മുടെ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ സെഷൻസ് ഡിവിഷനിൽ അപ്പിയർ ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ തന്നെയാണ് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡർ. രണ്ടും ഒരാൾ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തത്. അവരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം ഓർഡറിൽ. അതായത് ഗവൺമെന്റ് പീരീഡ്സും ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് എഴുതണം. ഇപ്പൊ ആലപ്പുഴ അങ്ങനെ സംഭവം ഉണ്ടായി. ആലപ്പുഴയിൽ അപ്പോയിന്റ് ചെയ്തപ്പം ഗവൺമെന്റ് കൂട്ടർന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓർഡറിൽ. അപ്പൊ എന്ത് വെച്ചിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ചാർജ് എടുക്കാൻ പറ്റിയില്ല. അതിന്റെ പുറത്ത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ ആഗ്രഹിച്ച് നടന്ന ആൾക്കാർ ഹൈക്കോടതിയിൽ പോയി അവര് ചാർജ് എടുക്കുന്നതിന് പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് മേടിച്ചിട്ട് പോകുന്നു. കാര്യം അതിനകത്ത് പറഞ്ഞപ്പം ഗവൺമെന്റ് പീഡറെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പീഡറെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് രണ്ടാമത് പോയി ഓർഡറൊക്കെ വാങ്ങിച്ചതുകൊണ്ടാണ് നമുക്ക് ചാർജ് എടുക്കാൻ പറ്റിയത്. ഇപ്പൊ ചാർജ് എടുത്തു എന്ന് തോന്നുന്നു. Then the powers and functions of the director of prosecution shall be to monitor cases to which the offenders are punishable 10 years or more on the life imprisonment with the death, expedite the proceedings and give opinion on the final report. അത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഹെഡിലേക്ക് റിപ്പോർട്ട് ചെയ്യണതും കോടതിയിൽ 10 വർഷത്തിന് മേലിനവരാണ് അവർ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് കണ്ടക്ട് ചെയ്യുക. Then powers and functions of the deputy director of prosecution shall be to establish the police report or monitor. അതായത് അവരുടെ പവേഴ്സ് ആണ്, വലിയ കാര്യമല്ല. അത്രയും നോക്കിയാൽ മതി. അത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രോസിക്യൂട്ടർമാരുടെ ക്വാളിഫിക്കേഷൻ പറയുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ല. ദെൻ അടുത്ത പ്രധാനപ്പെട്ടാണ് പവർ. കോടതിയുടെ പവറാണ്, പവർ ഓഫ് കോർട്ട്. സെക്ഷൻ 21 ഒന്ന് വായിക്കോ, സജിത് എന്ന് വായിക്കോ. സജിത ഇല്ലെന്ന് തോന്നുന്നില്ല. സെക്ഷൻ 21 എന്ന് വായിക്കും. Section 21. Courts by which offences are triable. Subject to the other provisions of this Sanhita. A. Any offence under the Bharatiya Nyaya Sanhita 2023 may be tried by 1. The High Court or 2. The Court of Session or 3. Any other court by which such offence is shown in the first schedule to be triable, provided that any offence under Section 64 and Section 65, Section 66, 67, 68, 69, 70 or 71 of the Bharatiya Nyaya Sanhita 2023 shall be tried as far as practicable by a court presided over by a woman. B. Any offence under any other law shall, when any court is mentioned in this behalf in such law, be tried by such a court when no court is so mentioned may be tried by 1. The High Court or 2. Any other court by which such offence is shown in the first schedule to be triable. അതായത് ഒഫൻസ് ട്രൈ ചെയ്യാവുന്ന ഏത് കോടതിക്കാണെന്നുള്ളതാണ്. അതായത് എനി ഒഫൻസ് അണ്ടർ BNS, എനി ഒഫൻസ് may be tried by the High Court or Court of Session. മനസ്സിലായില്ലേ? അതായത് എനി ഒഫൻസ് എന്ന് വരുമ്പോൾ എനി മൈനർ ഒഫൻസും വരും. ഏത് ഒഫൻസും ഹൈക്കോടതിക്കും സെഷൻസ് കോടതിക്കും ട്രൈ ചെയ്യാം, BNS പ്രകാരമുള്ള ഏത് ഒഫൻസ്. ഇനി മറ്റു കോടതികളുടെ ഏതാണ് ഷെഡ്യൂളിൽ, ഫസ്റ്റ് ഷെഡ്യൂളിൽ ട്രയബിൾ ബൈ എന്ന് കൊടുത്തിരിക്കുന്ന ഏതോ കോടതിയാണ് ആ കോടതിക്ക് ട്രൈ ചെയ്യാം. ട്രയബിൾ ബൈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ട്രയബിൾ ബൈ
സെഷൻസ് കോർട്ട് എന്ന് കാണും ഷെഡ്യൂളിൽ. അതനുസരിച്ചിട്ടാണ് എഴുതുന്നത്. പിന്നെ ഇതാണ്, അതായത് സെക്ഷൽ ഒഫൻസിൻ്റെ നോർമൽ മോസ്റ്റ് പ്രോബബ്ലി ബൈ എ വുമൺ ഓഫീസർ എന്ന് പറയുന്നുണ്ട്. ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ എന്നാണ് പറയണത്. ഒരു മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ വുമൺ ഓഫീസർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റ് നിയമത്തിന്റെ കാര്യമാണ് എനി ഒഫൻസ് അണ്ടർ എനി അതർ ലോ when any court is mentioned in this behalf that law. ആ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കും ചിലപ്പോൾ. കോഗ്നൈസൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോ കോർട്ട് ഷാൾ ടേക്ക് കോഗ്നൈസൻസ് അപ്പോയിന്റ് ഓഫ് കംപ്ലൈന്റ് ഫൈൽഡ് ബിഫോർ എ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ അത് ആ കോടതിയിലാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പം അതാത് സ്റ്റാറ്റ്യൂട്ടിൽ ഈ ഒഫൻസ് ആ കോടതി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ കോടതി ആയിരിക്കണം. അതല്ല when no court is so mentioned, അങ്ങനെ ഒരു കോടതിയും പറയുന്നില്ല എങ്കിൽ മേ ബി ട്രൈഡ് ബൈ ഹൈക്കോർട്ട്, ഹൈക്കോടതിക്ക് ട്രൈ ചെയ്യാം. എനി അതർ കോർട്ട് ബൈ വിച്ച് സച്ച് ഒഫൻസ് ഈസ് ഷോൺ ഈസ് ഫസ്റ്റ് ഷെഡ്യൂൾ ടു ബി ട്രൈയബിൾ. അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ പണിഷ്മെന്റ് അനുസരിച്ചിട്ട് അത് വരും. അത് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷനിൽ പറയും. നമ്മളത് നേരത്തെ ബെയിലബിൾ നോക്കിയപ്പം പറഞ്ഞതാണ്. അവിടെ ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷനിൽ അത് കാണിച്ചിട്ടുണ്ട്. അതായത് ഏത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അതർ സ്റ്റാറ്റ്യൂട്ടിൽ വരികയാണെങ്കിൽ 7 വർഷം വരെ പണിഷ്മെന്റ് ഉള്ളത്, 7 വർഷത്തിന് മുകളിൽ പണിഷ്മെന്റ് ഉള്ളത് സെഷൻസ് കോടതിയിൽ. ആ ഫസ്റ്റ് ഷെഡ്യൂളൊന്ന് എടുത്താൽ ഒന്നുകൂടെ നോക്കിപ്പോകാം. ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസ് അഗെയിൻസ്റ്റ് അതർ ലോ. അതിനകത്ത് കോഗ്നൈസബിൾ ഓർ നോൺ കോഗ്നൈസബിൾ, ബെയിലബിൾ ഓർ നോൺ ബെയിലബിൾ, ബൈ വാട്ട് കോർട്ട് ട്രയബിൾ, അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ബൈ വാട്ട് കോർട്ട് ട്രയബിൾ. ഇഫ് പണിഷബിൾ വിത്ത് ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ് ഫോർ മോർ ദാൻ 7 years. 7 yearsന് മുകളിലുള്ളത് കോഗ്നൈസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, കോർട്ട് ഓഫ് സെഷൻ ആണ്. 7 വർഷത്തിന് മുകളിലുള്ളത്. അടുത്തത് പണിഷ്മെന്റ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ 3 years ആൻഡ് അപ്വേർഡ്സ് ബട്ട് നോട്ട് മോർ ദാൻ 7 years. 3 വർഷത്തിന് മുകളിലും 7 വർഷത്തിന് താഴെയും. കോഗ്നൈസബിൾ, നോൺ ബെയിലബിൾ, മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. അടുത്തത് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ ലെസ് ദാൻ 3 years, നോൺ കോഗ്നൈസബിൾ, ബെയിലബിൾ, എനി മജിസ്ട്രേറ്റ് ആണ്. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതാണ് ഞാൻ പറയാൻ പോയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തോന്നും ഒരു മജിസ്ട്രേറ്റിന് 7 വർഷം ശിക്ഷിക്കാൻ പാടില്ല എന്ന് തോന്നും. പക്ഷേ പിന്നെ നിങ്ങള് 326 ഉണ്ടല്ലോ, പഴയ 326, ഇപ്പോഴത്തെ 118 അന്നെടുത്ത് BNSS 118 എടുക്കും. $118(2) എടുത്ത BNS 118(2) എടുത്ത അംജത്ത് 118(2) എടുത്ത അല്ല 118 BNSS അല്ല BNS. പഴയ 326 IPC ആണ് 118(2) എന്ന് പറയുന്നത്. $326 പണിഷ്മെന്റ് എത്രയാ?
സിഗ്മ. Sir, 7 years ആണെന്ന് തോന്നുന്നു. 326. നോക്കണം 326. കാണാതെ ഒരു സെക്കൻഡ് സാർ, ഞാനൊന്ന് ഷെഡ്യൂൾ നോക്കിക്കോട്ടെ സാർ. സാധാരണ കോടതിയിൽ കൂടുതലും വരുന്ന സെക്ഷൻസ് ആണ് 326. സാർ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല സാർ, ഞാൻ എല്ലാം കൂടി ഇപ്പൊ ചെയ്യണ കാരണം കുഴപ്പമില്ല. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. 5 years ആണ് സാർ. 326 ആ? അതെ സാർ, 326. സോറി ഞാൻ ഇപ്പോഴത്തെ BNSS ആണ് എടുത്തത്. സോറി സാർ. സാർ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോട്ടെ. മതി. സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ വരുന്ന ഒഫൻസ് ആണ് 326. ആ, അതിന്റെ ക്ലോസ് ടു 180 118 ക്ലോസ് ടു 10 years. 10 years സാർ. 10 years. 10 years അല്ല. വായിച്ചേ പിന്നെ അഞ്ചത്ത് വായിച്ചേ. ആ, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫാണ്. പഴയ 326 സിഗ്മ. സിഗ്മന്റെ അവസാനമാണ് വായിച്ചത്, അതാണ് 10 ആക്കി പോയത് അല്ലേ? ലൈഫാണ്. 326ന്റെ പണിഷ്മെന്റ് അതെ ലൈഫാണ്. ഇനി ഷെഡ്യൂൾ നോക്കിയേ. പിന്നെ ഇപ്പൊ നമ്മൾ എടുത്ത ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂളിന്റെ 118(2) എടുത്തേ. അഞ്ചത്തെ 182 എടുത്തേ ഷെഡ്യൂളില്. ട്രയബിൾ ബൈ ആരാ വന്നിരിക്കണേ? അതെ. അപ്പൊ ലൈഫ് ഇംപ്രസ്മെന്റുള്ള കേസും മജിസ്ട്രേറ്റിന് ട്രൈ ചെയ്യാം അല്ലേ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞ പൊതുവെ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ സ്റ്റാറ്റ് ഉള്ള 7 years വരെയുള്ളത് മജിസ്ട്രേറ്റ് ട്രൈ ചെയ്യാം. അപ്പൊ നോർമലി വരാവുന്ന ഡൗട്ടാണ്, ഒരു മജിസ്ട്രേറ്റിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 3 years ആണ് അല്ലേ? 3 years ആണ്. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് CRPC ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് പഴയ സെക്ഷൻ 325 ആണ്. പിന്നെ അതായത് നമ്മളാ ഈ വൈകിട്ടത്തെ ക്ലാസ്സിൽ 325 എത്തിയിട്ടില്ല. അപ്പൊ 325 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസിൽ ട്രൈ ചെയ്യുമ്പോൾ പിന്നെ ഈ 3 വർഷത്തിൽ കൂടുതൽ കൊടുക്കേണ്ടതാണെന്ന് മജിസ്ട്രേറ്റ് തോന്നിക്കഴിഞ്ഞാൽ അത് സെക്ഷൻ 325 CRPC അനുസരിച്ചിട്ട് CJMന് അയച്ചു കൊടുക്കാം. അങ്ങനൊരു പ്രശ്നമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് കൺസിഡറിംഗ് ദ ഗ്രാവിറ്റി ഓഫ് എവിഡൻസ് കോടതിക്ക് തോന്നുകയാണ്. 326 തന്നെയാണ്. ഒരു 326 കേസ് അല്ലെങ്കിൽ 118(2) ട്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെ വരികയാണ്. ശരിക്കും ഒരു അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ വരേണ്ട കേസാണ്. പക്ഷെ പോലീസ് ഇട്ടില്ല. അത് കോടതി ശ്രദ്ധിച്ചില്ല. ട്രയൽ നടത്തിയപ്പോഴാണ് വന്നത് അയാൾ ഇപ്പോഴും ഏതാണ്ടൊരു കോമ സ്റ്റേജിലാണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടൊരു ദിവസം കട്ടാണ്. അപ്പോൾ ഒരു 3 വർഷം പണിഷ്മെന്റ് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ 325 CRPC അനുസരിച്ചിട്ട് അത് പിന്നെ CJMന് അയച്ചു കൊടുക്കണം. അപ്പൊ CJMന് പണിഷ്മെന്റ് കൂട്ടി അത് കൊടുക്കാം. അത് പിന്നെ ഇപ്പോഴത്തെ 364 ആണ്. 364 BNSS 364. Whenever a magistrate's opinion
after hearing the evidence of the prosecution and the accused, that the accused is guilty and that he ought to receive punishment different kind in form, more or severe than that which magistrate is empowered to inflict. മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ കൊടുക്കണം. Or being a magistrate of second class is of opinion that the accused ought to be required to execute a bond or bail bond under 125. He may record the opinion and submit this proceeding forward the accused to the chief judicial magistrate to whom he is subordinate. When more accused persons than one are being tried together, the magistrate considers necessary to proceed under subsection 1 in regard any of such accused. ഏതെങ്കിലും ഒരാൾക്കെതിരെയാണെങ്കിലും he shall forward all the accused who are in the opinion guilty to the chief judicial magistrate. The chief judicial magistrate to whom proceedings are submitted may, if he thinks fit, examine the parties and recall and examine any witness who has already given evidence in the case and may call for and take any further evidence and shall pass such judgment, sentence or order in the case he thinks fit and is according to law. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു കേസിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അയച്ചു കൊടുക്കാം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് വേണമെങ്കിൽ അവരെ വീണ്ടും വിസ്തരിക്കുകയോ സാക്ഷികളെ റീകോൾ ചെയ്യുകയോ ചെയ്തിട്ട് വീണ്ടും കേട്ടതിന് ശേഷം അക്കോർഡിംഗ് ടു ലോ അനുസരിച്ചുള്ള ഇത് കൊടുക്കാം. മനസ്സിലായി? ലൈഫിന്റെ അവസ്ഥ പറഞ്ഞാൽ ലൈഫ് കൊടുക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മളിത് വേണമെങ്കിൽ ഇപ്പൊ ചാർജ് വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ അയാള് ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാല് കോടതിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ഒരു കോമ സ്റ്റേജിലാണെന്നൊക്കെ വന്നു കഴിഞ്ഞാല് അത് ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു കൺക്ലൂഡ് ദാറ്റ് ദി അക്യൂസ് ആക്ടഡ് ഇൻ ഓർഡർ ടു കമ്മിറ്റ് മർഡർ. അപ്പൊ 307 അതായത് അറ്റംപ്റ്റ് കമ്മിറ്റ് മർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് പഴയ 323 ഇപ്പോഴത്തെ 340 അതല്ല ഒഫൻസ് അല്ല, ഇതിന്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് 362 BNS 362 പ്രകാരം അത് എന്ത് ചെയ്യാം, ഈ 150 ഒഫൻസ് 150 ആക്കി അല്ലെങ്കിൽ 307 ആക്കിയിട്ട് അത് കമ്മിറ്റ് ചെയ്ത് കൊടുക്കാം സെഷൻസിലോട്ട്. മനസ്സിലായില്ലേ? പഴയ 323 നമ്മളെ കമ്മിറ്റിയിൽ പഠിച്ചപ്പോൾ ഞാൻ ആ പ്രൊവിഷൻ പറഞ്ഞിരുന്നു. ഈ 232 കമ്മിറ്റിയിൽ അല്ലാതൊരു കമ്മിറ്റിയിൽ വരും. അതായത് എക്സ്ക്ലൂസീവ് ട്രൈബൽ കോർട്ട് അസോസിയേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് എവിഡൻസ് എടുക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഇത് യഥാർത്ഥത്തിൽ 320 അല്ല, 118 അല്ല, കുറച്ചുകൂടെ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ്, സെഷൻസ് ഓഫ് ആണ് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ CP ആയിട്ട് കമ്മിറ്റ് ചെയ്ത് വിടാം. അപ്പൊ ഈ 326 കേസ് ട്രൈ ചെയ്യുമ്പോൾ പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വെച്ചെന്നാല് 325 അല്ലെങ്കിൽ 362 അപ്ലൈ ചെയ്യണ എപ്പോഴാന്ന് വെച്ചെന്നാല് അത് ഗിൽറ്റി ഫൈൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ്. സെന്റൻസ് കൂടുതൽ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാല് 3 വർഷത്തിൽ കൂടുതൽ സെന്റൻസ് കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ CJM-ന് അയക്കാം. അല്ല, CJM-ന് ലൈഫ് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് പിന്നെ ഇത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മറ്റു സ്റ്റാറ്റ്യൂട്ടിന്റെ ബൈ വിച്ച് കോർട്ട് ഇറ്റ് ഈസ് ട്രയബിൾ എന്ന് നിശ്ചയിക്കുന്നതിന്റെ ക്രൈറ്റീരിയ അതാണ്. 7 വർഷം വരെ ഉള്ളതാണ് നോർമലി വരുന്നത്. മനസ്സിലായി? അപ്പോൾ പക്ഷെ ബെയിലബിൾ ആണെങ്കിൽ, നോൺ ബെയിലബിൾ ആണെങ്കിൽ മറ്റതുപോലെ ഇതുപോലെ തന്നെ 3 വർഷമാണ്, 3 വർഷം വരെ പണിഷ് ചെയ്യാവുന്നത്. പക്ഷെ ഡിവിഷൻ തീരുമാനിക്കുമ്പോൾ, ടെറിട്ടറി ജൂറിസ്ഡിക്ഷൻ തീരുമാനിക്കുമ്പോൾ അവിടെ 7 years ആണ് എടുക്കുന്നത്. അതർ സ്റ്റാറ്റ്യൂട്ടിലെ കാര്യമാണ് പറയണത്. ഇത് IPC-ലേത് വാട്ട് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ ഷെഡ്യൂൾ അതനുസരിച്ചിട്ട് പോകണം.
അതുപോലെ പാടും. സെഷൻ സ്റ്റാറ്റ്യൂട്ടിൽ ട്രയബിൾ ബൈ ഇന്ന കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ, പക്ഷെ അത് പറഞ്ഞിട്ടില്ല ഇത് മാത്രമേ ഉള്ളെങ്കിൽ ഏതാ സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില ഇപ്പൊ എനിക്കാണ് ഈ ഫോറിനേഴ്സ് ആക്ട്, അതുപോലെ പാസ്പോർട്ട് ആക്ട്, പിന്നെ ഫോറിനേഴ്സ് ആക്ട് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ ഇവിടെ പാസ്പോർട്ട് ഇല്ലാതൊക്കെ നിൽക്കുന്നയാൾ, വിസയിലൊക്കെ നിൽക്കുന്നയാൾ, അതിനൊക്കെ എന്ന് പറഞ്ഞാല് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതാ പണിഷ്മെന്റ് മാത്രമേ പറഞ്ഞു, ട്രൈബൽ വിച്ച് കൊടന്ന് പറഞ്ഞിട്ടില്ല. അത് അതനുസരിച്ചിട്ടാണ് പോകുന്നത്. ഇതനുസരിച്ചിട്ട് പോകും. ഈ ഷെഡ്യൂൾ ഫസ്റ്റ് ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് പോകുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പോകും. ഏത് കോടതിയാണെന്നതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച്. ചില സ്റ്റാറ്റ്യൂട്ടിൽ അത് പറയാറില്ല. അപ്പോൾ നമ്മൾ പണിഷ്മെന്റ് എത്രയാണോ, സെന്റൻസ് എത്രയാണോ, ഇംപ്രിസൺമെന്റ് എത്രയാണോ അതനുസരിച്ചിട്ട് പോകും. ഓക്കെ, നമുക്ക് ആ 23 കൂടെ പോകാം. 24 ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് പിന്നെ 22 എന്ന് പറയുന്നത് ഹൈക്കോർട്ടിന് സെഷൻസിലും പാസ് ചെയ്യാൻ സെന്റൻസ്. ഹൈക്കോർട്ട് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ. എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ ഹൈക്കോടതിക്ക്. പിന്നെ സെഷൻ ജഡ്ജിന് or additional session judge any sentence authorized by law, but sentence of death is to be confirmed by the High Court. Death sentence ആണെങ്കിൽ അത് ഹൈക്കോടതി കൺഫേം ചെയ്യണം. അത് ഒരു കേസിൽ ഡെത്ത് വിധിച്ചു കഴിഞ്ഞാൽ നോർമലി പ്രതിഭാഗം അപ്പീൽ പോവും. അതുപോലെ തന്നെ ഈ ഡെത്ത് സെന്റൻസ് റെഫറൻസ് DSR എന്ന് പറഞ്ഞ പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പൊ ആ ഡെത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയെ കൺഫേം ചെയ്താൽ മാത്രമേ ഡെത്ത് സെന്റൻസ് നടപ്പാക്കാൻ പറ്റുള്ളൂ. ദെൻ മജിസ്ട്രേറ്റിനുള്ളതാണ് അടുത്തത്. കോർട്ട് ഓഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് എക്സെപ്റ്റ് സെന്റൻസ് ഡെത്ത് ഇംപ്രിസൺഡ് ലൈഫ് ഫോർ ടൈം എക്സീഡിങ് 7 years. ഫൈൻ്റെ കാര്യം പറയുന്നില്ല. ദാറ്റ് മീൻസ് അൺലിമിറ്റഡ് ഫൈൻ ആണ്. മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് മേ പാസ് ഓഫ് സെന്റൻസ് ഇംപ്രിസൺഡ് ഫോർ ടൈം 3 years or fine not exceeding 50,000. ഇപ്പൊ 50,000 രൂപയാണ്. ഞങ്ങള് സർവീസിൽ കയറുമ്പോൾ 3,000 രൂപയായിരുന്നു. 3,000 രൂപയായിരുന്നു ഫൈൻ. അതിനിടക്ക് 10,000 ആക്കി. ഇപ്പോൾ 50,000 രൂപ ഫൈനായി. ദെൻ കമ്മ്യൂണിറ്റി സർവീസ്, ബോത്ത് ഓർ കമ്മ്യൂണിറ്റി സർവീസ്. സെക്കൻഡ് ക്ലാസ് നോട്ട് എക്സീഡിങ് 1 year or fine not exceeding 10,000 rupees. നമുക്ക് സെക്കൻഡ് ക്ലാസ് ഇല്ല. കമ്മ്യൂണിറ്റി സർവീസിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കണം. കമ്മ്യൂണിറ്റി സർവീസ് ഷാൽ മീൻ the work which the court may order a convict to perform as form of punishment that benefits the community, for which he shall not be entitled to any remuneration. ആ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഡെഫിനിഷൻ നോക്കിക്കോളണം. എന്താണ്? ഷാൽ മീൻ ദ വർക്ക് വിച്ച് ദ കോർട്ട് മേ ഡയറക്ട് ദ കൺവിക്റ്റ് ആണ് കേട്ടോ. ഡയറക്ട് ദ കൺവിക്റ്റിനോടാണ് എന്താ പറയുക, ടു പെർഫോം ആസ് ഫോം ഓഫ് പണിഷ്മെന്റ്, ശിക്ഷയുടെ ഭാഗമായിട്ട്. എന്താണ്? ടു ദാറ്റ് വിൽ മേക്ക് ബെനിഫിറ്റ് ടു ദ കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ബട്ട് അയാൾക്ക് വേജസ് കൊടുക്കാൻ പാടില്ല. നോട്ട് എൻഡേഡ് ടു എനി റെമ്യൂണറേഷൻ. അതാണ് കമ്മ്യൂണിറ്റി സർവീസ്. ഓക്കെ, നമുക്ക് സെന്റൻസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ഫൈൻ നമുക്ക് അടുത്ത ക്ലാസ് കൊടുക്കാം. ഇവിടെ നമുക്ക് വരുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻ അല്ലേ വരുന്നത്, പക്ഷെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികൾ വരുന്ന അത് നോക്കിക്കോളണം. പ്രോസിക്യൂട്ടറിന്റെ ഒക്കെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് നോക്കുക. പിന്നെ കോടതികളുടെ സെന്റൻസിങ് പവർ അത് നോക്കുക. തെറ്റിപ്പോ ഒരു ഈസിയാണെന്ന് ഓർത്തുകൊണ്ട് ബ്ലൈൻഡായിട്ട് എഴുതി വെക്കരുത്. ഹൈക്കോടതിക്ക് ഏത് സെന്റൻസും പറയാം. എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ. സെഷൻസ് കോടതിക്ക് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ ബട്ട് ഡെത്ത് സെന്റൻസ് വിത്ത് ദ കൺഫർമേഷൻ ഓഫ് ദി ഹൈക്കോർട്ട്. അഡീഷണൽ സെഷൻ ജഡ്ജിനും ഈക്വൽ പവറാണ്. അഡീഷണൽ സെഷൻ ജഡ്ജിനും സെയിം പവറാണ്. അസിസ്റ്റന്റ് സെഷൻസിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇല്ല. മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന് സെന്റൻസ് 3 years up to 3 years and fine of 50,000 or both and community service. Second class magistrate 1 year 10,000 fine.
അത് ഓർത്തിരിക്കുക. പക്ഷെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിനെ പിന്നെ കമ്മ്യൂണിറ്റി സർവീസും ഉണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി സർവീസിന്റെ ഡെഫിനിഷൻ എന്താണ്? ദ വർക്ക് വിച്ച് ദ കോർട്ട് മേ ഡയറക്ട് ദ കൺവിക്റ്റ് ആണ് കേട്ടോ. ഡയറക്ട് ദ കൺവിക്റ്റ് ടു പെർഫോം ആസ് എ ഫോം ഓഫ് ദ പണിഷ്മെന്റ് ബെനിഫിറ്റ്സ് ടു ദ കമ്മ്യൂണിറ്റി ബട്ട് ഹി ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു റെമ്യൂണറേഷൻ. അതാണ് കമ്മ്യൂണിറ്റി സർവീസ്. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കമ്മ്യൂണിറ്റി സർവീസ്. ഇത്രയാണ് പഠിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ ഇന്ന് വൈകിട്ട് കാണാം 8:30. Thank you, sir. Okay, have a nice day to all. Okay. Thank you, sir. Thank you.